കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷം തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമാണ്. വ്യാഴം ഏറ്റവും കൂടുതൽ ഈശ്വരാധീനമുള്ള ഒരു പ്ലാനറ്റായിട്ടാണ് സങ്കല്പം. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഭാഗ്യക്കേടിൻ്റെ സമയം എന്ന് ചിന്തിക്കണം. മാത്രമല്ല 7-ലെ രാഹുവും ജന്മത്തിൽ നിൽക്കുന്ന കേതുവും ഒക്കെ തന്നെ കുടുംബാന്തരീക്ഷത്തിലും സുഹൃത്തുക്കളുമൊത്തുള്ള പ്രവർത്തനങ്ങളിലും സമൂഹമധ്യത്തിലെ ഇടപെടലുകളിലുമൊക്കെ തെറ്റിദ്ധാരണകൾ വരുത്തുകയോ അല്ലെങ്കിൽ അങ്കലാപ്പോ ആശങ്കയോ ഉണ്ടാക്കുകയോ ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഈ ആഴ്ച ചിന്തിക്കുമ്പോൾ ഇവർക്ക് ആഴ്ചയുടെ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസം താരതമ്യേന ഗുണമായിട്ട് കാണുന്നു. ചന്ദ്രൻ്റെ നിലപാട് 11ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം പ്രധാനമായും ചിന്തിക്കണം ഈ 3 ദിവസങ്ങളിൽ. അതുപോലെ പ്രവർത്തനങ്ങളിലും വലിയ വിജയം ഈ 3 ദിവസങ്ങളിൽ കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയും നടക്കണം. പൊതുവെ മനസ്സിനും ശരീരത്തിനും ശുഷ്കാന്തി കിട്ടുന്നതുകൊണ്ട് ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു മാറ്റം പോസിറ്റീവായി നമുക്ക് അനുഭവപ്പെടും ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് പൊതുവെ ഗുണം തന്നെയാണ് ഈ ആഴ്ച എന്ന് പറയാം. എന്നാൽ ആഴ്ചയുടെ തുടക്ക 2 ദിവസങ്ങളിൽ ചെറിയ ചില കടബാധ്യതയുടെയോ അല്ലെങ്കിൽ സാമ്പത്തികമായ അധിക ചിലവിൻ്റെയോ, ഒരുപക്ഷെ ആ ദിവസങ്ങളിൽ വരുമാനത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം ചിലവ് അധികം എന്ന് പറയുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഗുണമായിട്ട് കാണുന്നു. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ ഗുണമാണ്. വെള്ളിയും ശനിയും ഒന്ന് ശ്രദ്ധിക്കുക. തങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളും ചില കലഹങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. യാത്ര ഈ അവസാനത്തെ 2 ദിവസങ്ങൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ആഴ്ചയുടെ മധ്യഭാഗത്ത് യാത്ര വളരെ ഗുണകരമായിട്ട് കാണുകയും ചെയ്യുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 30, 31, 1 ഉച്ചവരെയും ഗുണമുള്ള ദിവസങ്ങളാണ്.